മൂന്ന് തരം ആളുകളുണ്ടാകും എന്ന ഹദീസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സലാസു ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കുകയോ അവരെ കേൾക്കാൻ സന്നദ്ധനാവുകയോ അവരിലേക്ക് കാരുണ്യത്തോടെ അല്ലെങ്കിൽ അനുഭാവപൂർണമായി നോക്കുകയോ ഒന്നും ചെയ്യുകയില്ല. മാത്രമല്ല വലഹും അദാബുൻ അലീം, അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ആമുഖത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, ശൈഖുൻ സാനി, പ്രായാധിക്യത്തിനും വ്യഭിചാരിയായി ജീവിക്കുന്ന മനുഷ്യനാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, വആഇലിൻ മുസ്തക്ബിരിൻ, അതേപോലെ തന്നെ വമലിക്കിൻ കദ്ദാബിൻ, കളവ് പറയുന്ന രാജാവാണ്, ഭരണാധികാരിയാണ്. ഒരു മനുഷ്യൻ നിവൃത്തികേട് കൊണ്ട് കളവ് പറയും, മറ്റുള്ളവരെ പേടിച്ച്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അപകടത്തിലാകും എന്ന് കണ്ടിട്ടാണ് പലപ്പോഴും സാധാരണ മനുഷ്യർ കളവ് പറയുക. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കളവ് പറയുന്നതിന് പ്രത്യേകമായ ഒരു പ്രേരകമില്ല, കളവ് പറയേണ്ട ഒരു സാഹചര്യമില്ല. അയാൾ എന്തു പറഞ്ഞാലും അതിന്റെ വരുംവരായികൾ അയാളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം അയാളെ കയ്യിൽ പരിപൂർണമായ പവറുണ്ട്, അധികാരമുണ്ട്. അപ്പൊ ഭരണീയരോട്, പ്രജകളോട്, തന്റെ സാരഥ്യത്തിന്റെ കീഴിലുള്ള ജനവിഭാഗത്തോട് കള്ളം പറയുന്ന ഒരു രാജാവ്, ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാളിൽ ആ കളവ് പറയുക എന്ന ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു വികാരം അത് വല്ലാതെ ഉള്ളത് കൊണ്ടാണ് അയാൾ കളവ് പറയുന്നത്, നിവൃത്തികേട് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ മലിക്കിൻ കദ്ദാബിൻ, കളവ് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിന്റെ റഹ്മത്തിന് ഒട്ടുമേ വിധേയനാവുകയില്ല. അള്ളാഹു അവർക്ക് കഠോരമായ ശിക്ഷ നാളെ നൽകുകയും ചെയ്യുന്നതാണ്. ശൈഖുൻ സാലിം വമലിക്കുൻ കദ്ദാബ് വആഇലുൽ മുസ്തക്ബിർ, മൂന്നാമത്തെ വിഭാഗം ആഇലുൽ മുസ്തക്ബിർ, ഫഖീറാണ്, ദരിദ്രനാണ്, പക്ഷെ ആള് വലിയ അഹങ്കാരിയാണ്. വആഇലുൽ മുസ്തക്ബിർ, നയാ പൈസക്ക് വകുപ്പില്ല, വകയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കമ്മിയുമില്ല. അപ്പോ വലിയ പണവും സുഖവും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടാകുമ്പോ മനുഷ്യരിൽ സ്വാഭാവികമായും രൂപപ്പെടുന്ന ഒരു വികാരമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിന്റെ പ്രേരക ശക്തി പിറകിലില്ല, എന്നിട്ടും അയാളിൽ അഹങ്കാരമുണ്ട്. ഈ മൂന്ന് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങളിലും വളരെ ചിന്തിക്കേണ്ട നിരവധി കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു വയോധികൻ അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരാൾ വ്യഭിചാരിയാവുക എന്നത് അവിടെ ആരോഗ്യമെന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രേരകം അവിടെ ഇല്ല. ഭരണാധികാരി കളവ് പറയുന്ന ആളാവുക, കളവ് പറയാനുള്ള സ്വാഭാവികമായ ഒരു പ്രേരകം അവിടെ ഇല്ല. നിവൃത്തികേട് എന്ന് പറയുന്ന ഒരു പ്രേരകം അവിടെ ഇല്ല. അതുപോലെ തന്നെ ആയിരം മുസ്തക്ബിരിൻ, അഹങ്കാരിയായ ദരിദ്ര മനുഷ്യൻ, അഹങ്കാരത്തിന്റെ സ്വാഭാവികമായും അഹങ്കാരം ഉണ്ടാകാൻ അല്ലെങ്കിൽ അഹങ്കാരത്തെ ഉണ്ടാക്കുന്ന പ്രേരകമാകുന്ന സ്വത്ത് സമ്പാദ്യങ്ങൾ, അധികാരങ്ങൾ അയാളെ കയ്യിലില്ല. അപ്പൊ ഇതൊന്നുമില്ലാതെ
തീയില്ലാതെ പുകയുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ 3 കേസിലും കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് അയാൾക്ക് നാളെ സൃഷ്ടിക്കുക. അത് ഒട്ടും അള്ളാഹു സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല എന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ശൈഖുൻ സാലിം, മലിക്കുൻ കദ്ദാബുൻ വആയിലുൻ മുസ്തക്ബിർ. അള്ളാഹു ശരിയായ ബോധം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്.